നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രമുഖ ചരിത്രകാരൻ KN പണിക്കർ അന്തരിച്ചു. ഗുരുവായൂർ തൈക്കാട്ട് കണ്ടിയൂർ വീട്ടിൽ കൃഷ്ണൻ നായരുടെയും ഇച്ചുകുട്ടി അമ്മയുടെയും മകനായ KN പണിക്കരുടെ അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് 84-കാരിക്ക് ദാരുണാന്ത്യം. ആറങ്ങോട്ടുകര ചെട്ടിപ്പടിയിൽ കീഴൂട്ട്പടി വീട്ടിൽ അമ്മിണിയാണ് മരിച്ചത്. പത്ത് ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് ആറാട്ടോടെ കൊടിയിറങ്ങും. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി. ആയിരങ്ങളെ സാക്ഷിയാക്കി ഭഗവാൻ നായാട്ടിനിറങ്ങിയതോടെ ക്ഷേത്രനഗരി ഉത്സവ ലഹരിയിലായി. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് 84-കാരിക്ക് ദാരുണാന്ത്യം. ആറങ്ങോട്ടുകര ചെട്ടിപ്പടിയിൽ കീഴൂട്ട്പടി വീട്ടിൽ അമ്മിണിയാണ് മരിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:45ഓടെയാണ് അപകടമുണ്ടായത്. കുട്ടഞ്ചേരി അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് വെച്ച് നിയന്ത്രണം വിട്ട കാർ മതിലിലിടിക്കുകയായിരുന്നു. അമ്മിണിയുടെ മകൻ ബാബുവാണ് കാർ ഓടിച്ചിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻസീറ്റിലിരുന്ന അമ്മിണിക്ക് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അമ്മിണിയെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വാഹനം ഓടിച്ചിരുന്ന ബാബുവിനും പരിക്കുണ്ട്. പ്രമുഖ ചരിത്രകാരൻ KN പണിക്കർ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഗുരുവായൂർ തൈക്കാട്ട് കണ്ടിയൂർ വീട്ടിൽ കൃഷ്ണൻ നായരുടെയും ഇച്ചുകുട്ടി അമ്മയുടെയും മകനാണ് KN പണിക്കർ. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറായിരുന്നു. തുടർന്ന് 12 വർഷം കേരള ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചു. ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആദ്യ ചെയർമാനായിരുന്നു. നിരവധി ചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ചു. കലുഷിതമായ കാലം എന്ന പേരിൽ ആത്മകഥ പ്രസിദ്ധീകരിച്ചിരുന്നു. ചരിത്രമെന്ന പോർക്കളം എന്ന പേരിൽ പണിക്കരെക്കുറിച്ചുള്ള പുസ്തകം 2019 പുറത്തിറങ്ങി. ഗുരുവായൂർ തൈക്കാട്ട് കണ്ടിയൂർ വീട്ടിൽ കൃഷ്ണൻ നായരുടെയും ഇച്ചുകുട്ടി അമ്മയുടെയും മകനായിട്ടാണ് ജനനം. ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിൽ സെക്കൻഡറി വിദ്യാഭ്യാസവും പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ബിരുദ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. രാജസ്ഥാൻ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും PhDയും കരസ്ഥമാക്കി. പിന്നീട് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ചരിത്ര വിഭാഗം അധ്യാപകനായി. രാജസ്ഥാനിലെ മാർവാടി കുടുംബാംഗവും ചരിത്രകാരിയുമായിരുന്ന പരേതയായ ഉഷയാണ് ഭാര്യ. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്സ്, റിലീജിയൻ ആൻഡ് പെസന്റ് അപ്രൈസിംഗ് ഇൻ മലബാർ, കൾച്ചർ ആൻഡ് കോൺഷ്യസ്നസ് ഇൻ മോഡേൺ ഇന്ത്യ, ബ്രിട്ടീഷ് ഡിപ്ലോമസി ഇൻ നോർത്ത് ഇന്ത്യ, കൾച്ചർ ഐഡിയോളജി ആൻഡ് ഹെജിമണി, ഇന്റലക്ച്വൽസ് ആൻഡ് സോഷ്യൽ കോൺഷ്യസ്നസ് ഇൻ കൊളോണിയൽ ഇന്ത്യ, കമ്മ്യൂണൽ ത്രെഡ്, സെക്യുലർ ചലഞ്ച്, കണ്ടംപററി ഇന്ത്യ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്സ്, ഇൻട്രോഗേറ്റിംഗ് കൊളോണിയൻ മോഡേണിറ്റി എന്നിവയാണ് പ്രധാന ഗ്രന്ഥങ്ങൾ. ഇനി ഗുരുവായൂർ ഉത്സവവിശേഷം. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് ആറാട്ടോടെ കൊടിയിറങ്ങും. വൈകിട്ട് 4:30യോടെ ആറാട്ട ചടങ്ങുകൾ ആരംഭിച്ചു. നട തുറന്ന ശേഷം മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം മുഴുവൻ ആവാഹിച്ചെടുത്ത് പഞ്ചലോഹ വിഗ്രഹം പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. ആറാട്ട് ദിവസം മാത്രമാണ് പഞ്ചലോഹ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുക. കൊടിമരത്തറയ്ക്കൽ എഴുന്നള്ളിച്ച് വെച്ച ശേഷം അവിടെ തന്നെയാണ് ദീപാരാധനയും. പിന്നീട് ആറാട്ടിനും ഗ്രാമപ്രദക്ഷിണത്തിനുമായി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. പഞ്ചവാദ്യത്തിന്റെ നാദത്തിമർപ്പിൽ എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ ശർക്കര, പഴം, അവിൽ, മലർ എന്നിവയാൽ നിറപറയും നിലവിളക്കുമൊരുക്കി ഭക്തർ വരവേൽക്കും. രുദ്രതീർത്ഥക്കുളത്തിന് വടക്കുഭാഗത്ത് എഴുന്നള്ളിപ്പെത്തുന്നതോടെ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതി ക്ഷേത്രത്തിലൂടെ എഴുന്നള്ളിപ്പ് ആറാട്ടുകടവിലെത്തും. തുടർന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗംഗ, യമുന തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളടക്കമുള്ള എല്ലാ തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങാണ്. തന്ത്രിയും ഓദിക്കന്മാരും കൂടി പുണ്യാഹത്തിനു ശേഷം ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിൽ ആദ്യം മഞ്ഞൾപ്പൊടിയാൽ അഭിഷേകം ചെയ്ത ശേഷം വലിയ കുട്ടകത്തിൽ തയ്യാറാക്കിയ ഇളനീർ കൊണ്ടും അഭിഷേകം നടത്തും. അതിനുശേഷം തന്ത്രി, മേൽശാന്തി, ഓദിക്കന്മാർ എന്നിവർ ഭഗവാനോടൊപ്പം രുദ്രതീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്യും. ഇതോടെ ഭക്തരും രുദ്രതീർത്ഥത്തിലിറങ്ങി ആറാട്ട് കുളിക്കും. അതിനുശേഷം ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തും. ആറാട്ട് കഴിഞ്ഞ് ആനപ്പുറത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഗുരുവായൂരപ്പനെ ക്ഷേത്രമൂരാളൻ നിറപറ വെച്ച് എതിരേൽക്കും. പിന്നീട് തന്ത്രി സ്വർണ്ണധ്വജത്തിലെ സപ്തവർണ്ണക്കൊടി ഇറക്കുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും.
ആറാട്ട് ദിവസം ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ സമീപത്താണ്. വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് ഗുരുവായൂരപ്പന് ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ സമീപം ഉച്ചപൂജ നടക്കുക. ഉച്ചപൂജ രാത്രി നടക്കുന്നതും ഈ ദിവസത്തെ പ്രത്യേകതയാണ്. ആറാട്ട് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഭഗവതി അമ്പലത്തിലേക്കാണ് എഴുന്നള്ളിക്കുന്നത്. ഐതിഹ്യപ്രകാരം വർഷത്തിൽ ഒരു ദിവസം അവിടെ വന്ന് കണ്ടുകൊള്ളാമെന്ന് ഗുരുവായൂരപ്പൻ ഇടത്തരികത്തുകാവ് ഭഗവതിയോട് അരുളി ചെയ്തെന്നാണ് പറയുന്നത്. ദേവഗുരുവും വായുദേവനും ചേർന്ന് ഗുരുവായൂരപ്പ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനായി വന്നപ്പോൾ സ്ഥലം നിർണയിച്ചത് ദേവിയായിരുന്നുവെന്നാണ് ഐതിഹ്യം. രുദ്രതീർത്ഥത്തിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന ശിവൻ മമ്മിയൂരിലേക്ക് മാറിയതും ദേവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്രേ. ഇതേ തുടർന്ന് വർഷത്തിൽ ഒരു ദിവസം ഇവിടെ വെച്ച് നാം തമ്മിൽ കാണാമെന്ന് ഭഗവാൻ ദേവിയോട് പറഞ്ഞതായും അന്നേ ദിവസം ഭക്ഷണവും ദേവിയുടെ അടുത്തു നിന്നാകുമെന്നും അരുൾ ചെയ്തിരുന്നതായാണ് പുരാണത്തിൽ പറയുന്നത്. ഈ വിശ്വാസത്തിൽ ആറാട്ട് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഭഗവതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തിയാണ് ഉച്ചപൂജ നടത്തുക. ഈ ദിവസം മാത്രമാണ് ഗുരുവായൂരപ്പൻ ദേവിയെ നേരിട്ട് കാണുക. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി ആയിരങ്ങളെ സാക്ഷിയാക്കി ഭഗവാൻ നായാട്ടിനിറങ്ങിയതോടെ ക്ഷേത്രനഗരി ഉത്സവലഹരിയിലായി. ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേ ഗോപുരത്തിലൂടെ ക്ഷേത്രമതിലകത്ത് പ്രവേശിച്ച എഴുന്നള്ളിപ്പ് വടക്കേ നടപ്പുരയിലെത്തി അവസാനിച്ചതോടെയാണ് പള്ളിവേട്ട ചടങ്ങുകൾ തുടങ്ങിയത്. ഭഗവാന്റെ തിടമ്പേറ്റിയ ആന ക്ഷേത്രമതിൽക്കെട്ട് കടന്ന് കിഴക്കേ നടപ്പുരയിൽ കല്യാണ മണ്ഡപത്തിന് സമീപത്തെത്തി നിന്നു. മാരാർ 3 തവണ ശംഖനാദം മുഴക്കി ഭഗവാന്റെ ആഗമനം അറിയിച്ചു. ആചാരക്രമമനുസരിച്ച് പുതിയടത്ത് പിഷാരടി പന്നി മാനുഷങ്ങൾ ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു. ഇതോടെ വിവിധ പക്ഷിമൃഗാദികളുടെ വേഷമണിഞ്ഞ ഭക്തർ ആർപ്പുവിളികളുമായി ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറി. പുറകെ ഭഗവാന്റെ തിടമ്പേറ്റിയ ഗജവീരനും ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് കയറി. ക്ഷേത്രത്തിനകത്ത് 9 പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം ഭഗവാൻ വേട്ടയാടി പിടിച്ച മൃഗമെന്ന സങ്കല്പത്തിൽ പന്നിവേഷം കെട്ടിയ ആളെ തണ്ടിലേറ്റിയതോടെ പള്ളിവേട്ട ചടങ്ങുകൾക്ക് സമാപനമായി. പള്ളിവേട്ട ദർശിക്കാനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ പുലർച്ചെ മുതൽക്കേ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടതെങ്കിലും പോലീസും ദേവസ്വവും ചേർന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നിയന്ത്രിച്ചു. മറ്റു വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ അമൃതം ന്യൂട്രിമിക്സ് കുടുംബശ്രീ യൂണിറ്റിൽ ഇലക്ട്രിക് ലൈനിൽ തീപിടുത്തം. മെയിൻ സ്വിച്ച് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് സംവിധാനങ്ങൾ കത്തിനശിച്ചു. കുണ്ടന്നൂർ തിരുത്തിലെ ഇന്ദിരാഗാന്ധി വനിതാ വ്യവസായ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4-നാണ് സംഭവം. യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പുക ഉയരുന്നത് കണ്ട ജോലിക്കാർ ഉടൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടി. ഉടൻ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ തീ മറ്റിടങ്ങളിലേക്ക് പടരുന്നത് തടയാനായി. 3 ചാക്ക് അമൃതം ന്യൂട്രിമിക്സ് പുകയടിച്ച് ഉപയോഗശൂന്യമായി. പെട്ടെന്ന് അത് തീ കത്തുന്നത് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തീ കത്തുന്നുണ്ട്. പെട്ടെന്ന് തീ കത്തുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഗോതമ്പ് ചേർന്നുണ്ടായിരുന്നു ചേച്ചിമാർ. അപ്പോൾ അവരോട് പറഞ്ഞാൽ അത് കത്തുന്നുണ്ട്, ഒന്നും ആരോടേലും പറയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുറത്ത് ആൾക്കാരെ വിളിച്ച് അവർ വിളിച്ചു, അടുത്ത വീട്ടിൽ പോയിട്ട് വിളിച്ച് ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്തത്. പിന്നെ വന്നപ്പോഴേക്കും കുറേ പുരുഷന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവർ മെയിൻ സ്വിച്ചും മറ്റതൊക്കെ ഓഫാക്കി. പിന്നെ ഇലക്ട്രിസിറ്റിക്ക് വിളിച്ചു, ഇലക്ട്രിസിറ്റി അവർ വന്നു. പിന്നെ ഫയർഫോഴ്സിൽ അവർ തന്നെ വിളിച്ചു. വന്നപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ അമൃതം ഫുഡല്ലേ, അപ്പോൾ അതിൻ്റെ വെള്ളം അടിക്കാൻ പറ്റൂല. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മൊത്തം പഞ്ചസാര സാധനങ്ങളിലൊക്കെ നശിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്കും ഇത് ഓഫാവും ചെയ്തു, കത്തി നിൽക്കും ചെയ്തു. അങ്ങനെ ഉണ്ടായി. 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആവേശത്തിലലിഞ്ഞ് AC മൊയ്തീൻ MLAയും ജനപ്രതിനിധികളും കുന്നംകുളം നഗരസഭാ ടൗൺ ഹാളിൽ സജ്ജമാക്കിയ ബിഗ് സ്ക്രീനിലാണ് ക്രിക്കറ്റ് ആരാധകർക്കൊപ്പം MLAയും നഗരസഭാ ചെയർപേഴ്സണും ഉൾപ്പെടെയുള്ളവർ ക്രിക്കറ്റിന്റെ കലാശ പോരാട്ടം കണ്ടത്. ലോകകപ്പാവേശം ബിഗ് സ്ക്രീനിൽ ആസ്വദിക്കാൻ കുന്നംകുളം നഗരസഭാ ടൗൺ ഹാളിലെത്തിയത് 100 കണക്കിന് ക്രിക്കറ്റ് ആരാധകരായിരുന്നു. 2020 വേൾഡ് കപ്പിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഫൈനൽ മത്സരമാണ് 20 അടി വലിപ്പമുള്ള LED സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത്. AC മൊയ്തീൻ MLAയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കുന്നംകുളം നഗരസഭ ക്രിക്കറ്റ് പ്രേമികൾക്കായി പ്രദർശനം ഒരുക്കിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ AC മൊയ്തീൻ MLA, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, CPIM നേതാക്കളായ MN സത്യൻ,
കെ കൊച്ചനിയൻ തുടങ്ങിയവരാണ് മത്സരം കാണാനുണ്ടായിരുന്നത്. മലയാളിയായ സഞ്ജു സാംസൺ കഴിഞ്ഞ കളികളിലുണ്ടായിരുന്ന ഫോം നിലനിർത്തി ബാറ്റിംഗിൽ തകർത്താടിയപ്പോൾ ടൗൺഹാളിന്റെ മുറ്റം ആവേശക്കടലായി മാറി. ടൗൺഹാളിൽ സജ്ജമാക്കിയ ബിഗ് സ്ക്രീനിൽ കളിയാവേശം ആസ്വദിക്കാൻ പ്രായഭേദമന്യേയാണ് ക്രിക്കറ്റ് ആരാധകർ ഒഴുകിയെത്തിയത്. ചാവക്കാട് മുതുവട്ടൂർ ചെട്ടിയാലക്കൽ ക്ഷേത്രത്തിന് സമീപം ഗുരുവായൂർ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മിനി മാസ് സ്ഥാപിച്ചത്. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. യതീന്ദ്രദാസ്, വാർഡ് കൗൺസിലർ K. റീന, മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ CL ടോണി, CPM ലോക്കൽ കമ്മിറ്റി അംഗം TM ബാബുരാജ്, DYFI ചാവക്കാട് മേഖലാ ട്രഷറർ PV നഹാസ്, മുൻ കൗൺസിലർ മഞ്ജു സുശീൽ എന്നിവർ സംസാരിച്ചു. സർക്കാരിന് വിട്ടു നൽകിയ വേലൂരിലെ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന് പഴയ പേരായ സെന്റ് തോമസ് UP സ്കൂൾ എന്ന പേര് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക വിശ്വാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. വേലൂർ ഫൊറോന തലത്തിലാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്ഥലം MLA മുഖേന വിദ്യാഭ്യാസ മന്ത്രിക്കും ബന്ധപ്പെട്ട അധികൃതർക്കും നിവേദനം നൽകുകയും പഞ്ചായത്തിലെ മുൻ LDF ഭരണസമിതിയും നിലവിലെ UDF ഭരണസമിതിയും പേര് പുനഃസ്ഥാപിക്കുന്നതിന് അനുകൂലമായി പ്രമേയം പാസാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിട്ടും യാതൊരു പ്രതികരണവുമില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഫൊറോനയ്ക്ക് കീഴിലുള്ള വിവിധ പള്ളികളിൽ നിന്നുള്ള ഇടവകക്കാർ എരനല്ലൂർ പള്ളിയിൽ സംഗമിച്ച ശേഷം പ്രകടനമായി കേച്ചേരി സെന്ററിലെത്തി പൊതുയോഗം സംഘടിപ്പിച്ചു. വേലൂർ ഫൊറോന വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന ഡയറക്ടർ ഫാദർ സെബി പുത്തൂർ അധ്യക്ഷനായി. PI ലാസർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് ജോസ് ചെമ്പിശ്ശേരി നിവേദനം കൈമാറി. ജനറൽ കൺവീനർ CI പൗലോസ് പ്രമേയം അവതരണം നടത്തി. തണ്ടിലം പള്ളി വികാരി ഫാദർ ജോൺസൺ അന്തിക്കാടൻ, ജോൺ കളിയത്ത്, ഫൊറോന കേന്ദ്ര സമിതി പ്രസിഡന്റ് PP യേശുദാസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ ഏറ്റവും നല്ല സ്കൂൾ ഡ്രൈവറായി തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂർ സ്വദേശിയായ കൊമ്പൻവീട്ടിൽ ജോസിനെ വടക്കേക്കാട് പഞ്ചായത്ത് ആദരിച്ചു. ഭരണസമിതി യോഗത്തിൽ നടന്ന ആദര ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉപഹാരം സമ്മാനിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നബീൽ NMK പൊന്നാട അണിയിച്ചു. സെക്രട്ടറി സന്തോഷ്, വാർഡംഗം അശോകൻ എടക്കാട് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു അപകടവും വരുത്താതെ വാഹനമോടിച്ച ഡ്രൈവർമാരിൽ നിന്നുമാണ് ജോസിനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 35 വർഷം ഗുഡ്സ് ഡ്രൈവറായി സേവനം അനുഷ്ഠിച്ച ജോസ് ഇപ്പോൾ 11 വർഷമായി വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ ബസ്സിൽ ഡ്രൈവറായി സേവനം അനുഷ്ഠിക്കുകയാണ്. സുനിതയാണ് ഭാര്യ. അഭിത്ത്, ആബേൽ എന്നിവർ മക്കളാണ്. അപകടങ്ങളിൽ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന എരുമപ്പെട്ടി ആക്സിന് മണ്ടംപറമ്പ് യുവദർശി ജീവകാരുണ്യ സംഘടന ധനസഹായം നൽകി. തുടർച്ചയായി 5ാമത്തെ തവണയാണ് 12,000 രൂപ സഹായമായി നൽകുന്നത്. യുവദർശി പ്രസിഡന്റ് NK വിജീഷിൽ നിന്നും ആക്സ് പ്രസിഡന്റ് K നാരായണൻ, സെക്രട്ടറി PP പത്മദാസ്, ട്രഷറർ KF ഫരീദ് അലി, ജില്ലാ പ്രതിനിധി തമ്പി വർഗീസ്, പ്രവർത്തകൻ ഷഫീദ് എന്നിവർ ചേർന്ന് ഫണ്ട് ഏറ്റുവാങ്ങി. യുവദർശി ഭാരവാഹികളായ MK ഫ്രാൻസിസ്, TL ഔസേബ്, MV ജാക്സൺ, TK മണികണ്ഠൻ, MK ജോഷി എന്നിവർ സന്നിഹിതരായി. യുവദർശിനി ക്ലബ്ബ് നമ്മുടെ ആക്സിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ സഹായിക്കാൻ വരാറുണ്ട്. ഇത്തവണയും ഒരു സഹായഹസ്തം സന്തോഷപൂർവ്വം നീട്ടിയിട്ടുണ്ട്. അത് സന്തോഷപൂർവ്വം അല്ലെങ്കിൽ ഹൃദയംഗമമായി സ്വീകരിച്ചു കൊള്ളുന്നു. വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ ബാവയുടെ 345-ാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് ബാവ വന്നിറങ്ങിയ പൊന്നാനി കടപ്പുറത്തു നിന്നും ആരംഭിച്ച പാത്രിയാർക്ക പതാക പ്രയാണത്തിന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ രഥത്തിൽ ഹാരമണിയിച്ചു. പള്ളി ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി അരുൺ രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം നഗരസഭയിലെ സംരംഭകർക്കായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ കാലഘട്ടത്തിൽ ബിസിനസ്സുകൾ വളർത്തുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ പ്രാധാന്യം എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല. രജനി ബാബു രാജൻ പ്രായോഗിക പരിശീലന സെഷൻ നയിച്ചു. ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പുഷ്പ ജോൺ, ആർഷ ബൈജു, കുന്നംകുളം നഗരസഭ വ്യവസായ വികസന ഓഫീസർ P സുധീർ, വ്യവസായ വകുപ്പ് BDSP PK വിനീത ജ്യോതി എന്നിവർ സംസാരിച്ചു.
ഡിവൈഎഫ്ഐ എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും തൊഴിൽ നിയമങ്ങൾക്കുമെതിരെ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു. എളവള്ളി പാറ പരിസരത്തു നിന്നും ആരംഭിച്ച യൂത്ത് മാർച്ച് എളവള്ളി മമ്മായി സെന്ററിൽ സമാപിച്ചു. യൂത്ത് മാർച്ച് എളവള്ളി പാറ സെന്ററിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി TV സുജിത്ത് യൂത്ത് മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂത്ത് മാർച്ചിന്റെ സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഫിഡൻ ലെനിൻ അധ്യക്ഷനായി. PA ഷൈൻ, സഞ്ജിത്ത് മാഷ്, PS ഷാഹുൽ, TC രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ വനിതാ വിഭാഗം സർഗ വനിതയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണം നടത്തി. കുന്നംകുളം നന്മ ഓഫീസിൽ നടന്ന ചടങ്ങ് സർഗ വനിതാ സംസ്ഥാന പ്രസിഡന്റ് C രമാദേവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PS ചന്ദ്രമതി അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി പ്രസന്ന ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ശോഭ ജയശങ്കർ വനിതാ ദിന സന്ദേശം നൽകി. ചടങ്ങിൽ സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് C രമാദേവി, പ്രശസ്ത അഭിനേത്രി രാധാമണി ഉണ്ണികൃഷ്ണൻ, ഫോട്ടോ ജേർണലിസം ഡിപ്ലോമയിൽ 2ാം റാങ്ക് ജേതാവ് KV ആരഭി എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ഷീലാമണി, ട്രഷറർ പ്രസന്ന ഉണ്ണി, വൈസ് പ്രസിഡന്റ് ആശ ചാക്കോച്ചൻ, നന്മ ജില്ലാ പ്രസിഡന്റ് മനോമോഹൻ, സെക്രട്ടറി രവി കേച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നന്മയിലെ കലാകാരികൾ അവതരിപ്പിച്ച വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിൽ ആനുവൽ സ്പോർട്സ് ഡേ 2K26 സംഘടിപ്പിച്ചു. കുട്ടികളിലെ കായിക അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കാനും മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കാനും സംഘടിപ്പിച്ച സ്പോർട്സ് ഡേ സ്കൂൾ പ്രധാനാധ്യാപകൻ ജിബ്ലസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റും ഹുലാ ഹൂപ്പ് ഡാൻസും അരങ്ങേറി. വിദ്യാർത്ഥികളെ റെഡ്, വൈറ്റ്, ബ്ലൂ, യെല്ലോ എന്നീ ഹൗസുകളായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ വൈറ്റ് ഹൗസ് ജേതാക്കളായി. വിവിധ ഇനങ്ങളിൽ സ്വർണം, വെള്ളി, വെങ്കലം നേടിയ വിദ്യാർത്ഥികൾക്ക് മെഡലുകൾ നൽകി അനുമോദിച്ചു. അധ്യാപകരായ ഫെമി വർഗീസ്, സിസി KT, ലിനറ്റ് ആന്റണി, പോൾ ഡേവിഡ്, മറീന ബിജു, രമ്യ സുനീഷ്, ഷിൻഡു KG, ഷാനിബ റസാഖ്, നിവേദിക KC, ഫെമി അജീഷ്, വാണി നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ഒരുമനൂർ പഞ്ചായത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. മാങ്ങോട്ട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ഷൺമുഖാനന്ദ ഹാളിൽ നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണ മേനോൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മോഹനൻ കൊട്ടാരപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി ജില്ലാ സംഘടനാ സെക്രട്ടറി PU സനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ സിന്ധു അശോകൻ, പടന്ന മഹാസഭാ പ്രതിനിധി ശ്രീ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. ഷീബ പ്രകാശ് സ്വാഗതവും നന്ദകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബദർ ദിനത്തോടനുബന്ധിച്ച് പുന്നയൂർ എടക്കര മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബദർ മൗലീദ് പാരായണവും അനുസ്മരണവും ഭക്ഷണ വിതരണവും നടത്തി. തറാവി നമസ്കാരത്തിന് ശേഷം മഹൽ ഖത്തീബ് VK അബൂബക്കർ ലത്തീഫിയുടെ നേതൃത്വത്തിലാണ് മൗലീദ് പാരായണവും ദുആ മജ്ലിസും നടത്തിയത്. നിയാസ് സഖാഫി, നാസർ മുസ്ലിയാർ, ഉവൈസ് സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ച വൈകിട്ട് ഭക്ഷണ വിതരണവും ഉണ്ടായി. കമ്മിറ്റി ഭാരവാഹികളായ MK ജലീൽ, മുഹമ്മദ് അലി മാസ്റ്റർ, K ഖമറുദ്ദീൻ, മുഹമ്മദ് അലി ഹാജി, കബീർ തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. പെരുമ്പിലാവ് റെഡ്സ് ചാരിറ്റി അറക്കലും സൺറൈസ് കുടുംബശ്രീയും സംയുക്തമായി സമൂഹ നോമ്പുതുറ നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാലാജി, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, വൈസ് പ്രസിഡന്റ് സലിം എന്നിവർ മുഖ്യാതിഥികളായി. ചാരിറ്റി പ്രവർത്തകരായ ബക്കർ അറക്കൽ, ഇബ്രാഹിം, പ്രശാന്ത്, റൌഫ്, ഷമീർ, മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവത്ര അത്താണി വെങ്കളത്ത് രുദ്ര മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. രാവിലെ മുതൽ ഭഗവതിപ്പാട്ടും കളവും വിശേഷാൽ പൂജകളുമുണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മുത്തി വിഷ്ണുമായ ക്ഷേത്രത്തിൽ നിന്നും മണത്തല MD ജനാർദ്ദനന്റെ പ്രമാണിത്വത്തിൽ വാദ്യമേളവും തിറയാട്ട കലാകാരൻ VK ത്യാഗരാജന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ തിറ പൂതൻ പൂത്താലവും കോമരത്തോടൊപ്പം എഴുന്നള്ളിച്ചു. രാത്രി 9 മണിക്ക് മുത്തി വിഷ്ണുമായ ക്ഷേത്രത്തിൽ നിന്നും താലം വരവ്, 11-ന് ക്ഷേത്രനടയിൽ നിന്നും താലം കൂട്ടിയെഴുന്നള്ളിപ്പ്, വടക്കുംവാതിക്കൽ ഗുരുതിതർപ്പണം, കൊങ്ങിണിടി എന്നീ പരിപാടികളോടെ ഉത്സവത്തിന് സമാപനമായി. ഭാരവാഹികളായ വെങ്കളത്ത് സുരേന്ദ്രൻ, സതീശൻ, ഷൺമുഖൻ, കൈലാസൻ, അരുണൻ എന്നിവർ നേതൃത്വം നൽകി.
മഹിളാ അസോസിയേഷൻ, കർഷക തൊഴിലാളി കർഷക സംഘം, CITU, DYFI, SFI, തൊഴിലുറപ്പ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ മഹിളാ ദിനം ആചരിച്ചു. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല അലക്സ് ഉദ്ഘാടനം ചെയ്തു. KSKTU വനിതാ ജില്ലാ കമ്മിറ്റി അംഗം ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KB സുധ, ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ചാവക്കാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. രാഗം വോയിസ് ഓഫ് വെള്ളറക്കാടിന്റെ നേതൃത്വത്തിൽ നാടിന്റെ നോമ്പുതുറ സംഘടിപ്പിച്ചു. മനപ്പടി ഫാറൂഖ് മസ്ജിദിൽ നടന്ന സമൂഹ നോമ്പുതുറയിൽ നിരവധി പേർ പങ്കെടുത്തു. നെല്ലുവായ് ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, മനപ്പടി ഫാറൂഖ് ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് അലി സാദി, വെള്ളറക്കാട് പള്ളി വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി എന്നിവർ വിശിഷ്ടാതിഥികളായി. രാഗം വോയിസ് ഓഫ് വെള്ളറക്കാട് കൂട്ടായ്മ പ്രസിഡന്റ് ടി.ജൻ തോമസ് അധ്യക്ഷനായി. സെക്രട്ടറി പ്രിന്റോ പോൾ സ്വാഗതവും സഞ്ജു നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കൊച്ചുവർക്കി എന്ന് വിളിക്കുന്ന KR വർഗീസിന്റെ നിര്യാണത്തിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി VS സുരേഷ് അധ്യക്ഷനായി. ഡ്രൈവേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ്, INTUC സെക്രട്ടറി MC ഐജു, ട്രേഡ് യൂണിയൻ നേതാക്കളായ PC അബാൽമണി, PT ദേവസി, PP പത്മദാസ്, KB രവി, PB ബിബിൻ, KK യോഗേഷ്, കുഞ്ഞുമോൻ കരിയന്നൂർ, NV വസന്തൻ, OM ബാബു, KK ഫ്രാൻസിസ്, ഉല്ലാസ് മുഹമ്മദ്, MM അഷ്റഫ്, കരീം കടങ്ങോട് എന്നിവർ സംസാരിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആചരിച്ചു. കസ്തൂർബ ബാലികാ സദനത്തിലേക്ക് പഠനോപകരണങ്ങളും കളി ഉപകരണങ്ങളും നൽകി. മെട്രോ VP സതി ഏറ്റുവാങ്ങി. കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ രേണുക മേനോൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ പ്രൊഫസർ VA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് ചെയർമാൻ VK ജയരാജൻ, ജില്ലാ സെക്രട്ടറി അഖിൽ S നായർ, ശൈലജ ടീച്ചർ, രാജേഷ് TV, ശിവരാമൻ K, മണ്ഡലം സെക്രട്ടറി സജീവൻ നമ്പിയത്ത്, സുരേഷ് പാലുവായി തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വെസ്റ്റ് മങ്ങാട് ഹൈസ്കൂളിൽ 2 പതിറ്റാണ്ടായി വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ശൈലജ രവിയെ ഗ്രാമീണ വായനശാല ആദരിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തമ്പി ജോബ് പൊന്നാട് അണിയിച്ചു. വായനശാല പ്രസിഡന്റ് ഡെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. KS ശ്രേയ, പ്രമോദ് മാധവൻ, സമ്മദ് CA, രനീഷ് VR, സംയുക്ത ബോസ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PK മോഹൻദാസ് സ്വാഗതവും ലൈബ്രറിയൻ സെൽമ കൊച്ചുമാത്യു നന്ദിയും പറഞ്ഞു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ മെഗാ ഇഫ്താർ സംഗമവും രക്ഷിതാക്കൾക്കായി നടത്തിയ ഡിപ്ലോമ ഇൻ പാരന്റിംഗ് കോഴ്സിന്റെ ബിരുദദാന ചടങ്ങും നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ 20 രക്ഷിതാക്കൾക്ക് മൊമെന്റോകൾ നൽകി. കോഴിക്കോട് ISQ മൈൻഡ് സ്കൂളിന്റെ സഹകരണത്തോടെ നടത്തിയ കോഴ്സിൽ രക്ഷിതാക്കളെ പരിശീലിപ്പിച്ച 12 മെന്റർമാരെയും ആദരിച്ചു. സ്കൂൾ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ EM മുഹമ്മദ് അമീൻ റമദാൻ സന്ദേശം നൽകി. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഷൈനി ഹംസ സ്വാഗതവും വൈസ് പ്രിൻസിപ്പാൾ സാജിദ റസാഖ് നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മെഗാ ഇഫ്താർ സംഗമത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ജീവനക്കാരും ഉൾപ്പെടെ 500ഓളം പേർ പങ്കെടുത്തു. അനാഥരോടുള്ള കടമ നിർവഹിക്കുന്നതിൽ SKSSF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹത്തണൽ മാതൃകാപരമാണെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. പെരുമ്പിലാവ് കൊരട്ടിക്കര കിൻസ് പാർക്കിൽ നടന്ന സ്നേഹത്തണലിന്റെയും ജില്ലാ ഇഫ്താർ മീറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റമദാൻ അവസാനത്തോടെ പെരുന്നാളിനോടനുബന്ധിച്ച് 13 വയസ്സുവരെയുള്ള യതീം കുട്ടികൾ പുതുവസ്ത്രം നൽകുന്ന പദ്ധതിയാണ് സ്നേഹത്തണൽ. കഴിഞ്ഞ 11 വർഷമായി 10,000-ലധികം കുട്ടികൾക്ക് സ്നേഹത്തണൽ മുഖേന പുതുവസ്ത്രം നൽകി. അർഹതപ്പെട്ട കുട്ടികൾക്ക് നിശ്ചിത തുകയ്ക്കുള്ള വസ്ത്രം ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതാണ് സ്നേഹത്തണലിന്റെ പ്രത്യേകത. സമസ്ത കേന്ദ്ര മുശാവറ അംഗവും സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഉസ്താദ് അബ്ദുൽ സലാം ബാഖവി അനുഗ്രഹ പ്രഭാഷണം നടത്തി. SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മുഹിദ്ദീൻ ഹുദവി മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,820 രൂപ, പവന് 1,18,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് പള്ളിക്കര പരേതനായ മാധവൻ മകൻ ശശി നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടത്തി. ഷീജ ഭാര്യയും ആതിര, അപ്സര, അർജുൻ എന്നിവർ മക്കളുമാണ്. തിരുവെങ്കിടം പത്താത്തയിൽ വീട്ടിൽ പത്മാവതി അമ്മ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശിവൻ, വിജയകുമാരി, ശ്രീദേവി, മോഹനൻ എന്നിവർ മക്കളാണ്. ചാവക്കാട് പാലുവായ് പരേതനായ ചാലിയത്ത് മാമു ഭാര്യ കയ്യു നിര്യാതയായി. 75 വയസ്സായിരുന്നു. അജിത് ഭാഷ, ശാലീന, ഷാജിദ, ജിലീഷ് എന്നിവർ മക്കളാണ്. ഖബറടക്കം പാലുവായ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രമുഖ ചരിത്രകാരൻ KN പണിക്കർ അന്തരിച്ചു. ഗുരുവായൂർ തൈക്കാട് കണ്ടിയൂർ വീട്ടിൽ കൃഷ്ണൻ നായരുടെയും ഇച്ചുകുട്ടിയമ്മയുടെയും മകനായ KN പണിക്കരുടെ അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് 84-കാരിക്ക് ദാരുണാന്ത്യം. ആറങ്ങോട്ടുകര ചെട്ടിപ്പടിയിൽ കീഴൂട്ടുപടി വീട്ടിൽ അമ്മിണിയാണ് മരിച്ചത്. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് ആറാട്ടോടെ കൊടിയിറങ്ങും. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി. ആയിരങ്ങളെ സാക്ഷിയാക്കി ഭഗവാൻ നായാട്ടിനിറങ്ങിയതോടെ ക്ഷേത്രനഗരി ഉത്സവലഹരിയിലായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.